ഇന്നത്തെ കാലത്ത് നമ്മൾ ഒ-പിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് മുട്ടുവേദനയായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടുവേദന അല്ലെങ്കിലും ഏതൊരു വേദന ആയാലും 2 രീതിയിൽ തുടങ്ങാം. ഒന്നെന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആയിട്ട് വരും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു കിഡ്നി സ്റ്റോൺ വന്നു. അപ്പോൾ ആ സ്റ്റോണിന്റെ വേദന സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരുന്നതാണ്. നമ്മൾ എന്തായാലും ഒരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കും. രണ്ടാമത്തെ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രോണിക് ആയിട്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ മുട്ടുവേദന പോലുള്ള എല്ലാ ദിവസവും നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് വേദനയുള്ള ഒരു വേദന. ഇപ്രകാരമുള്ള വേദന നമ്മൾ അവഗണിക്കാനാണ് പതിവ്. കാര്യം ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു വീട്ടിലൊരു കുട്ടി വന്നിട്ട് എന്നോട് പറയായിരുന്നു, മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞു ഉമ്മയ്ക്ക്. അപ്പൊ ആ ഉമ്മയ്ക്ക് നടക്കുന്ന സമയത്ത് പണ്ടേ വേദനയുണ്ട്. ഇവര് നേരെ നടന്ന് കണ്ടിട്ടേ ഇല്ല അവര്. അപ്പോ കാലങ്ങളായിട്ടുള്ള വേദനകള് പൊതുവെ ആൾക്കാർ അവഗണിക്കുകയാണ്. അതിന് ട്രീറ്റ്മെന്റ് മര്യാദയ്ക്ക് എടുക്കാതിരിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഇപ്രകാരം ഒന്നാണ് മുട്ടുവേദന. മുട്ടുവേദന ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാർ അവരുടെ നടക്കുന്ന പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ടാവും. പക്ഷെ ഓവർ ദ ഇയേഴ്സ്, അത് വർഷങ്ങളായിട്ട് ഇവർ നടക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാ ദിവസവും കാണുമ്പോൾ അവരെങ്ങനെയാണ് മുട്ടുവേദനയായിട്ടാണ് നടക്കുന്നത്. നമുക്ക് എല്ലാ ദിവസവും കൃത്യമായി ഇങ്ങനെ വേദന തുടർന്ന് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഒരു വേദനയുടെ ഗുളിക ഇല്ലാണ്ട് 2-3 ദിവസം കൂടുമ്പോൾ ഒരു വേദനയുടെ ഗുളിക കഴിച്ചിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു വേദനയുടെ ഗുളികയുടെ സഹായം വേണ്ടി വരുന്ന ഒരു സ്ഥിതിയിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് റുട്ടീൻസിനെ ബാധിക്കുന്ന ഒരു മുട്ടുവേദന ആണെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ അറ്റൻഷൻ വേണം. അത് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞതിന് ശേഷം അതിന്റെ സ്റ്റേജസ് അനുസരിച്ചാണ് അതിന്റെ ട്രീറ്റ്മെന്റ്.